നമസ്കാരം. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കഴിഞ്ഞ 10 വർഷം നമ്മൾ സംസാരിച്ചിരുന്ന കേരയിൽ എന്ന ഒരു പദ്ധതിയുണ്ട്. അതൊരു നല്ല ആശയമായിരുന്നു എന്ന ചോദ്യത്തിന് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ 10 വർഷമൊന്നല്ല, ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ, ഈ വർഷങ്ങൾ എടുത്തു നോക്കിയാലും ഒരു നല്ല പദ്ധതിയായിട്ട് നമ്മൾ പറയുന്ന പദ്ധതികളിൽ കേരയിൽ എന്ന പദ്ധതി ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ. കേരളത്തിൽ ഭാവിയിൽ വേഗമേറിയ ഗതാഗത സംവിധാനങ്ങൾ നമുക്ക് വേണം. ജനസംഖ്യ വർദ്ധിച്ചു വരുന്നുണ്ട്, വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്, റോഡുകളിലെ തിരക്ക് ഓരോ വർഷവും അസഹനീയമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു അതിവേഗ റെയിൽ പോലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ അതിന്റെ പണി തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എത്രയും പെട്ടെന്ന് പണി തുടങ്ങുന്നോ അത്രയും ചെലവ് നമുക്ക് കുറയും. അതുകൊണ്ട് ഒരു പദ്ധതിയുടെ ആശയത്തെ മാത്രം എതിർക്കുന്നതോ പിന്തുണയ്ക്കുന്നതോ അല്ല പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്. ആ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ആ ഒരു യഥാർത്ഥ ചോദ്യം എന്ന് പറയുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തുടക്കത്തിൽ തന്നെ അത് വലിയ പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വലിയ ആശങ്കയും സൃഷ്ടിച്ചിരുന്നു. വികസനത്തിന്റെ പേരിൽ ഒരു വലിയ പദ്ധതി വരുന്നു എന്ന വാർത്ത പലർക്കും ആവേശം നൽകിയപ്പോൾ സ്വന്തം വീടും ഭൂമിയും ജീവിതവും ഒക്കെ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയം മറ്റൊരു വിഭാഗത്തെ അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ചിലർക്ക് സന്തോഷം ഉണ്ടാവും, മറ്റു ചിലർക്ക് ആശങ്കയും ഉണ്ടാകും. പക്ഷേ ആ ആശങ്കകൾ മാറ്റാനുള്ള ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാരിനാണ്. അതാണ് അവിടെ സംഭവിക്കാതെ പോയത്. അതാണ് കേരളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാകപ്പെട എന്ന് പറയുന്നത്. കേരളയിൽ പദ്ധതി വിഭാവനം ചെയ്തപ്പോൾ അത് കേരളത്തിലെ ഗതാഗത മേഖലയിൽ വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അതിന്റെ നടപ്പാക്കൽ രീതി വലിയ വീഴ്ചകളുടെ ഒരു കൂമ്പാരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ എന്ന ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റു അനുബന്ധ സ്ഥാപനങ്ങളുടെയോ പൂർണ്ണമായ അനുമതിയും സഹകരണവും ഇല്ലാതെയും ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചത് തികച്ചും അപക്വമായിട്ടുള്ള ഒരു തീരുമാനമായിപ്പോയി. സംസ്ഥാനത്തിന്റെ മാത്രം ആവേശത്തിൽ ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഭരണാധികാരികൾ വിസ്മരിച്ചു എന്നതാണ് ആ പദ്ധതിയിലെ ഏറ്റവും വലിയ ഒരു അപാകത എന്ന് പറയുന്നത്. അതിന്റെ ഫലമാണ് ജനങ്ങളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും ഒരുപോലെ പദ്ധതിക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നത്. ഒരു പദ്ധതിയുടെ വിജയം എന്നത് ജനങ്ങളെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ എത്രത്തോളം ആ പദ്ധതിയെ വിശ്വസിക്കുന്നു, ഈ അവതരിപ്പിക്കുന്ന സർക്കാർ ആ സർക്കാരിനെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. കേരളത്തിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് പകരം അവരുടെ സ്വകാര്യതയിലേക്കും അവരുടെ ജീവനത്തിലേക്കും അവരുടെ ഭവനത്തിലേക്കും ഒക്കെ അതിക്രമിച്ച് കയറുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. വീടുകളുടെ കിടപ്പുമുറിയിൽ, അടുക്കളയിൽ, അല്ലെങ്കിൽ ഹാളിൽ, അവരുടെ ഭക്ഷണ ഹാളിലൊക്കെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ കാട്ടിയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ആവേശം, ആ ആവേശം ജനങ്ങളെ വൻ ഭീതിയിൽ ആഴ്ത്തി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പോഴും ആ ഭീതിയുടെ ഒരു മഞ്ഞക്കുറ്റിയൊക്കെ ഇറങ്ങിപ്പോയെങ്കിലും ഇപ്പോഴും ആ ഭീതി വിട്ടുമാറിയിട്ടില്ല. തങ്ങളുടെ മണ്ണും സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് അതുകൊണ്ടാണ്. ജനാധിപത്യ സംവിധാനത്തില് ജനങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് ഒരു വികസനവും വിജയിക്കില്ല എന്നതിന്റെ തെളിവായിരുന്നു കേരളിനെതിരെയുള്ള ആ ജനകീയ പ്രതിരോധം. അവരുടെ ഭയം മനസ്സിലാക്കുന്നതിന് പകരം എതിർക്കുന്നവർ വികസന വിരുദ്ധരാണ് എന്ന രീതിയിലുള്ള പ്രചരണമാണ് അന്ന് കൂടുതലും നടന്നത്. പിണറായി സർക്കാർ അതിനാണ് അങ്ങനെ പ്രചരിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതാണ് ജനങ്ങളെ കൂടുതൽ അകറ്റിയത്. വികസനത്തെ എതിർക്കുന്നവർ കുറവായിരുന്നു, പക്ഷേ സ്വന്തം ജീവിതത്തെ സംരക്ഷിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അതിൽ പാർട്ടിയൊന്നുമില്ല. അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ അങ്ങനെ ഒന്നുമില്ല. മനുഷ്യരാണോ, ഇവിടെ വീട് വെച്ച് താമസിക്കുന്നവരാണോ, അവർ ഇവിടം കൊണ്ട് ജീവിക്കുന്നവരാണോ, ഈ രാജ്യത്തോട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോട് സ്നേഹം കൊണ്ട് ജീവിക്കുന്നവരാണോ, അവർക്കെല്ലാം അതുണ്ടാവും. കേരളത്തിനെ എതിർക്കുന്നത് വികസന വിരുദ്ധതയായിട്ട് ചിത്രീകരിച്ചപ്പോൾ പ്രതിഷേധം അതിശക്തമായത് നമ്മൾ കണ്ടിരുന്നു. അന്ന് ഒരു ജനാധിപത്യ സമൂഹത്തില് ജനങ്ങളുടെ ആശങ്കകളെ ബഹുമാനിക്കാതെ ഒരു പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു പ്രാഥമിക പാഠം സർക്കാരിന് അറിയില്ല, അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്നതാണ് അതിന്റെ മറ്റൊരു പരാജയം. ഒരു സർക്കാർ എത്ര ശക്തമായാലും ജനങ്ങളുടെ മനസ്സിനെ മറികടന്നുകൊണ്ട് ഒരു വികസന പദ്ധതിയും വിജയിപ്പിക്കാൻ കഴിയില്ല. നിയമത്തിന്റെ ശക്തിയേക്കാൾ വലുതാണ് ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ട നിമിഷം മുതൽ കേരളത്തിൽ ഒരു വികസന പദ്ധതി എന്നതിലുപരി ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്നതാണ് പിന്നീട് കാണുന്നത്. പിന്നീട് നടന്ന ഓരോ നടപടിയും ജനങ്ങളുടെ എതിർപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. മഞ്ഞക്കുറ്റി കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രതീകമായിട്ട് മാറിയത് നമ്മൾ കണ്ടു. അത് വെറും ഒരു സർവൈക്കൽ ആയിരുന്നില്ല. പല കുടുംബങ്ങൾക്കും അത് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ പ്രതീകമായിരുന്നു. വീടിന്റെ മുറ്റത്ത് സ്ഥാപിച്ച മഞ്ഞക്കുറ്റി കണ്ടപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടവരും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട മാതാപിതാക്കളുമൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് ഊറ്റിയുറുമ്പി ഉള്ളതെല്ലാം ഉണ്ടാക്കി വെച്ച് സമ്പാദിച്ച സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ കഴിയേണ്ടി വന്ന വയോവൃദ്ധരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ
പിണറായി സർക്കാർ പരാജയപ്പെട്ടു. അതേസമയം ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യം വരുന്നത് പുതിയ കാര്യമൊന്നും അല്ലതാനും. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ദേശീയപാതകളും വിമാനത്താവളങ്ങളും റെയിൽപാതകളും ഒക്കെ നിർമ്മിക്കാൻ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പലപ്പോഴും മെച്ചപ്പെട്ട നഷ്ടപരിഹാരവും പുനരധിവാസ പദ്ധതികളും പാക്കേജുകളും ഒക്കെ ജനങ്ങളുമായുള്ള തുടർച്ചയായുള്ള ആശയവിനിമയത്തിലൂടെ സാധ്യമാക്കുന്നത് കൊണ്ടാണ്. ആളുകളെ ബലമായി മാറ്റുന്നതിലല്ല, അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇപ്പോ ദേശീയപാത 66 വികസനം നടപ്പിലാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള പുനരധിവാസ പാക്കേജുകൾ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പിന്തുണ ഉണ്ട്, അതുകൊണ്ട് അത് സാധ്യമാകുന്നുണ്ട്. ഇതേ മാതൃക നോക്കൂ, കേരള സർക്കാർ ആ സ്ഥലം എടുത്തു കൊടുക്കുന്നതിൽ കൃത്യമായ ശുഷ്കാന്തി കാണിക്കുകയും ആവശ്യത്തിനുള്ള നഷ്ടപരിഹാരം അല്ലെങ്കിൽ പുനരധിവാസമൊക്കെ സാധ്യമാക്കിയതുകൊണ്ട് വളരെ എളുപ്പത്തിലാണ് അത് സാധ്യമായത്. ഇതേ മാതൃകയിൽ കേരളിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇതേ മാതൃക ഒന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പദ്ധതി ഇത്ര വലിയ ഒരു പരാജയമാകില്ലായിരുന്നു, നഷ്ടപ്പെടില്ലായിരുന്നു. ജനങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരവും സുരക്ഷിതമായ പുനരധിവാസവും നടപ്പിലാക്കിയ ശേഷം അല്ലെങ്കിൽ ഇത് ഉറപ്പാക്കിയ ശേഷം കേന്ദ്രവുമായി നല്ലൊരു ആശയവിനിമയം നടന്നിരുന്നുവെങ്കിൽ കേരളത്തിന് അതൊരു വലിയ നേട്ടമാകുമായിരുന്നു. എന്നാൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളും മഞ്ഞക്കുറ്റി സ്ഥാപിക്കലിലൂടെ ചില കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങളുമൊക്കെ പദ്ധതിയുടെ അടിവേരിളക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. ഒരു വികസന പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിന്റെ സാങ്കേതിക സാധ്യത മാത്രമല്ല സാമൂഹിക സാധ്യതയും സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. എത്ര വീടുകൾ നഷ്ടപ്പെടും, എത്ര കുടുംബങ്ങൾ കുടിയിറങ്ങും, എത്ര കർഷകർക്ക് ഭൂമി നഷ്ടപ്പെടും, എത്ര ചെറുകിട വ്യാപാരികൾ ഉപജീവനം നഷ്ടപ്പെടും എല്ലാം കൃത്യമായിട്ട് വിലയിരുത്തപ്പെടണം. അതിനുശേഷം മാത്രമേ ജനങ്ങളുടെ മുന്നിൽ പദ്ധതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ തുറന്നു പറയാൻ പാടുള്ളൂ. സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകിയാൽ അവർ യുക്തിപരമായി ചിന്തിക്കും. കാരണം മലയാളികൾ അത്ര മോശക്കാരൊന്നുമല്ല, കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. ഇപ്പോ വി.ഡി. സതീശൻ സർക്കാർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. കേരളത്തിന്റെ ഭാവിക്ക് ഗുണകരമാകാൻ സാധ്യതയുള്ള ഒരു ആശയമായി ഇതിനെ നമുക്ക് കാണാം. പക്ഷെ മുൻകാല അനുഭവങ്ങൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിൽ വെക്കാനുണ്ട്. ഏകദേശം 60,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതി വെറും പ്രഖ്യാപനങ്ങളിലൂടെ മാത്രം വിജയിക്കുമെന്ന് കരുതരുത്. ജനങ്ങളുടെ വിശ്വാസം നേടാതെ ഒരു പദ്ധതിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ അതേ പിഴവുകൾ ആവർത്തിച്ചാൽ ഒരു വികസനവും ഉണ്ടാവില്ല, ഫലം വ്യത്യസ്തമാവുകയുമില്ല. വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ ജീവിതത്തെ അവഗണിച്ചാൽ ജനങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കുമെന്ന് കരുതേണ്ടതുമില്ല. ജനങ്ങളുടെ വീടും ഭൂമിയും ഉപജീവനവും കുടുംബജീവിതവും എല്ലാം വികസനത്തിന്റെ വിലയായി കാണാൻ ഒരു ജനാധിപത്യ സമൂഹത്തിന് കഴിയില്ല. വികസനം മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യരെ ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ആദ്യം ചെയ്യേണ്ടത് ഈ വികസനം ബാധിക്കുന്ന ഓരോ ഇര ആ കുടുംബത്തെയും കണ്ടെത്തുക എന്നതാണ്. അവരുടെ ആശങ്കകൾ നേരിട്ട് കേൾക്കണം. അവർക്ക് നഷ്ടമാകുന്നത് എന്താണ് എന്ന് സർക്കാർ തന്നെ നേരിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം നഷ്ടപരിഹാരം മാത്രമല്ല, ജീവിത നിലവാരം കുറയാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന പുനരധിവാസ പദ്ധതികൾ തയ്യാറാക്കണം. ഒരു വീടിന്റെ വില കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ ജീവിതം തിരികെ ലഭിക്കില്ല. അവർക്ക് അയൽക്കാർ നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്, കൃഷി, കുട്ടികളുടെ പഠനം, സാമൂഹ്യ ബന്ധങ്ങൾ, ഓർമ്മകൾ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണിതെല്ലാം. അതിന് നമ്മൾ വിലയിടണം. വികസനം എന്നത് പാലങ്ങൾ, റോഡുകൾ, റെയിൽപാതകൾ മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസവും സുരക്ഷിതത്വം കൂടിയാണ് വികസനം എന്ന് പറയുന്നത്. ഒരു സർക്കാർ എത്ര വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചാലും ജനങ്ങൾ അതിനെ സ്വന്തം പദ്ധതിയായി ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കടലാസിൽ മാത്രം ഒതുങ്ങും. ജനങ്ങളെ കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന സർക്കാരുകൾക്കാണ് വലിയ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരികയും പോവുകയും ചെയ്യും. പക്ഷേ വികസന പദ്ധതികൾ തലമുറകളെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിദഗ്ധരും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത ശേഷമേ അന്തിമ തീരുമാനങ്ങളിലേക്ക് എന്തും ചെയ്യാൻ പോകാവൂ. വികസനം ഒരു മത്സരമല്ല, അതൊരു കൂട്ടായ്മയുടെ ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. കേരളത്തിന് അതിവേഗ റെയിൽവേ വേണമോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനപ്പെട്ടത് അതെങ്ങനെ നടപ്പിലാക്കണമെന്ന ചോദ്യമാണ്. ശരിയായ ആസൂത്രണത്തോടെ, കേന്ദ്രത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ, ശാസ്ത്രീയ പഠനങ്ങളോടെ, നീതിപൂർവമായിട്ടുള്ള നഷ്ടപരിഹാരത്തോടെ, വിശ്വസനീയമായ പുനരധിവാസ പാക്കേജുകളോടെ, ജനങ്ങളുടെ സമ്മതത്തോടെ മുന്നോട്ട് പോകുന്ന പദ്ധതികൾക്ക് ജനപിന്തുണ ലഭിക്കും. അല്ലാതെ അധികാരത്തിന്റെ ബലത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികൾ എത്ര വലിയ സ്വപ്നമായാലും ഒടുവിൽ വലിയ എതിർപ്പിനും രാഷ്ട്രീയ തിരിച്ചടിക്കും വഴിയൊരുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാലത്തിനനുസരിച്ച് പുതിയ പദ്ധതികളും വികസനങ്ങളും ഒക്കെ ഒരു സംസ്ഥാനത്തിന് ആവശ്യമാണ്. എന്നാൽ ഏതൊരു വലിയ വികസന പദ്ധതി വരുമ്പോഴും അതിന്റെ ഇരകളാകുന്നത് പാവപ്പെട്ട സാധാരണക്കാരാണ്. വികസനത്തിന്റെ പേരിൽ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ആ ഇരകളെ ആദ്യം പരിഗണിക്കുകയും അവരുടെ പുനരധിവാസം പൂർണ്ണമായി ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ്. മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ കണ്ണീരിൽ അടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഒന്നിനെയും യഥാർത്ഥ വികസനമെന്ന് വിളിക്കാൻ കഴിയില്ല. ജനങ്ങളെ കേൾക്കാനും അവരുടെ ആശങ്കകൾ അകറ്റാനും തയ്യാറാകുന്ന ഒരു വികസന നയമാണ് ഭരണാധികാരികൾ ഇപ്പോൾ സ്വീകരിക്കേണ്ടത്.
വി ഡി സതീശൻ സർക്കാർ അതിന് ചെവി കൊടുത്താൽ, അത് മനസ്സിലാക്കിക്കൊണ്ട്, ഇരകളെ മനസ്സിലാക്കിക്കൊണ്ട് വികസന പദ്ധതി നടപ്പിലാക്കിയാൽ ഈ റെയിൽ പദ്ധതി എന്നല്ല എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാകും. അല്ല എന്നുണ്ടെങ്കിൽ പിണറായി സർക്കാർ എങ്ങനെയാണോ, സർക്കാരിനെ കുറ്റം പറയുന്നതല്ല, സർക്കാരിനെ നടപ്പിലാക്കുന്ന രീതികളെയാണോ കുറ്റം പറയുന്നത്, ആ സർക്കാരിന് സംഭവിച്ച അതേ പരാജയം, അതേ എതിർപ്പ്, അത് തന്നെ ഇവിടെ വി ഡി സതീശൻ സർക്കാരും നേരിടേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.